കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. ചേലക്കര വെങ്ങാനല്ലൂർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ കുടുംബ സംഗമം വർണ്ണാഭമായി ആഘോഷിച്ചു. കുടുംബ സംഗമത്തിന്റെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനവും പേഷ്യന്റ് കെയർ നറുക്കെടുപ്പിന്റെ വിജയികൾക്കുള്ള സമ്മാനത്തുക വിതരണവും യുവർ പ്രദീപ് MLA നിർവഹിച്ചു. കരുണയുടെ കിണർ വറ്റാത്ത ഇത്തരം പ്രവൃത്തികളിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ സഹായിക്കാമെന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്നും വയോജനങ്ങൾക്ക് രോഗപരിചരണം വീട്ടിലെത്തി നടത്തുന്ന പാലിയേറ്റീവ് പ്രവർത്തനം കൂടുതൽ പേരിൽ എത്തിക്കുവാനുള്ള പദ്ധതികൾ ചിന്തിച്ചു വരുന്നുണ്ടെന്നും യുവർ പ്രദീപ് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിൽ പാലിയേറ്റീവ് രംഗത്ത് കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധയും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്നാൽ സർക്കാർ സംവിധാനത്തിൽ ഇപ്പോൾ കുറവ് മതിയോ ചോദിച്ചാൽ അല്ലെങ്കിൽ പോരാ, ഇനിയും നമുക്ക് ചെയ്യേണ്ടതില്ല. അത് ഘട്ടഘട്ടമായി വിവിധ സ്ഥാപനങ്ങളുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം സഹായത്തോടു കൂടിയാണ് അതാത് ഗ്രാമത്തിലുള്ള പാലിയേറ്റീവ് സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന തിരക്ക് അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തയും ശ്രദ്ധിക്കാൻ പറ്റാത്തയും ചില കുറവുകൾ ഉണ്ട്. അതേതായാലും മറികടക്കേണ്ടതില്ല. എന്നാൽ അത് മാത്രം ആയാൽ മതിയാവില്ല. ഇതുപോലെ സ്വകാര്യ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളും വലിയ ആശ്വാസമാണ്. എല്ലാവർക്കും അവിടെ എത്തി ആ തിരക്കിൻ്റെ ഇടയിൽ ഇത്തരം പാലിയേറ്റീവ് രംഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ സേവനങ്ങൾ ലഭിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ധാരാളം പാലിയേറ്റീവ് സെൻ്ററുകൾ സമാന്തരമായി പ്രവർത്തിക്കേണ്ട ഭാഗമായി ഒരു വലിയ ആശ്വാസം കിട്ടുന്നത്. ചടങ്ങിൽ ആൽഫ പാലിയേറ്റീവ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ ലോകം വളരെ കലുഷിതമായ, വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാരതവും ഒട്ടും മോശമല്ല. നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ജനാധിപത്യം അകലുമ്പോഴും, ജനാധിപത്യത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ അകലുമ്പോഴും, രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നേതാക്കൾ അകലുമ്പോഴും, നേതാക്കളിൽ നിന്ന് ജനങ്ങൾ അകലുന്നത് സ്വാഭാവികമായി ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളിൽ ജനാധിപത്യത്തിന് എത്ര പങ്കുണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് എത്ര പങ്കുണ്ട് എന്ന് ചോദിച്ചാൽ അവരുടെ നല്ലൊരു മനസ്സുണ്ട് എന്ന് മാത്രമേ എനിക്ക് കഴിഞ്ഞ 15 വർഷമായി പറയുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഏകനായി തുടങ്ങി ഏകനായി അവസാനിക്കുന്ന ജീവിതയാത്രയിൽ വഴിയിൽ കണ്ടുമുട്ടുന്ന നിങ്ങളെപ്പോലെയുള്ള പരസ്പരമുള്ള മനുഷ്യ കൂടെയുള്ള ആളുകളെ ഒന്ന് എവിടെയെങ്കിലും കാലിടറുമ്പോൾ ഒന്ന് കൈപ്പിടിച്ചുയർത്താൻ ആ ഒരു ലക്ഷ്യം മാത്രമേ ആൽഫയ്ക്കുള്ളൂ. ആൽഫയുടെ ഏറ്റവും വലിയ നിങ്ങൾക്ക് തരാനുള്ളത് സാന്ത്വനവും സമാധാനവുമാണ്. കാരണം നിങ്ങളിൽ ഒരാൾ, ഒരു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്തുകൊണ്ടോ വിധി കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കണില്ല. ആരെങ്കിലും അസുഖം വരാൻ ആഗ്രഹിക്കുക, ആരും ആഗ്രഹിക്കുന്നില്ല, എനിക്കറിയാം. അവരാഗ്രഹിക്കാതെ അവർ ക്ഷണിക്കാതെ വരുന്ന ഇത്തരം രോഗങ്ങൾ അവരെ മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട കുടുംബത്തെയും അതിനോടൊപ്പം തന്നെ സമൂഹത്തെയും ദുരിതത്തിൻ്റെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുമ്പോൾ അവരെ അതിൽ നിന്ന് കരപിടിച്ച് ഉയർത്തുക എന്നതാണ് ആൽഫയുടെ പാലിയേറ്റീവ് പരിചരണത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അല്ലാതെ നമ്മൾ കുറേ ഡയഗ്നോസിസ് ചെയ്ത് കുറേ രോഗം കണ്ടുപിടിച്ച് കുറേ മരുന്ന് കൊടുക്കലൊന്നുമല്ല അതിൻ്റെ പ്രധാന ഉദ്ദേശം. അവരെ ആവശ്യത്തിൻ്റെ രീതിയിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ സഹായിക്കുമെന്ന വലിയ ഉത്തരവാദിത്തമാണ് ആൽഫ ഏറ്റെടുത്തിട്ടുള്ളത്. ജീവിതയാത്രയിൽ എന്തൊക്കെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടായാലും വിളിക്കാതെ കയറി വരുന്ന അതിഥികളായ രോഗങ്ങൾ പലപ്പോഴും നമ്മെ തകർത്തു കളയുമെന്നും അതിനാൽ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിയുന്നത്ര പ്രവർത്തകർ പങ്കാളികളാകണമെന്നും അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ പഞ്ചായത്തിനകത്ത് ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ അതുണ്ട്. 166 അല്ലേ, അങ്ങനെ സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പരിശോധിച്ചുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ കൂടെ ഉണ്ടാകും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്.
മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കടക്കുന്നില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന സേവനം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എവിടെ പോയാലും ഞാൻ നേരിട്ട് കാണുന്നതാണ്. എൻ്റെ അടുത്തുള്ള വീട്ടിലും ഇവിടെ നിന്ന് ആ വണ്ടി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എന്തു തന്നെയായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്ന ആ പുണ്യപ്രവർത്തനം ഇതിനേക്കാൾ വലുത് മറ്റൊന്നില്ല. അതാണ് ഏറ്റവും വലുത്. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ പ്രസ്ഥാനം മറ്റുള്ള ഏറ്റവും നേരത്തെ MLA പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് മാത്രമാണ് ഇത്രയും രീതിയിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നത്. പാലിയേറ്റീവിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്റെയും ഭരണസമിതിയുടെയും പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വകാര്യ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ സർക്കാർ കൈസഹായം തരുകയാണെങ്കിൽ സഹായഹസ്തമായി ഇന്ന് ഒരു വിരലാണ് നൽകുന്നതെങ്കിൽ അത് 2-3 വർദ്ധിപ്പിക്കാമെന്ന് ആൽഫ പാലിയേറ്റീവ് GC മെമ്പർ അജിത് താന്നിക്കൽ പറഞ്ഞു. നമ്മളാൽ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്തേക്ക് വരാത്ത ചില അസുഖങ്ങളും ചില പ്രയാസങ്ങളും അനുഭവപ്പെട്ടവരെ കരുതലോടെ താങ്ങോടെ കൊണ്ടു നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻറ്റർ. കഴിഞ്ഞ 14 വർഷമായി ഈ ലിങ്ക് സെൻറ്റർ സുത്യർഹമായ സേവനം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ, ഞങ്ങളാൽ കഴിയുന്ന അർത്ഥത്തിൽ ഇവിടെ നമ്മൾ സ്വീകരിച്ചു വരികയും നടപടികൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമൂഹത്തിന്, നമ്മളടങ്ങുന്ന സമൂഹത്തിന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഓണത്തിനായാലും ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും ഓരോ ആഘോഷവേളകളിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ പരിപാടികൾ, മനസ്സിന് ഉല്ലാസമുണ്ടാകുന്ന ചില രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൽഫ പരിചരണത്തിൽ ഫിസിയോതെറാപ്പിയുടെ പ്രസക്തിയെക്കുറിച്ച് ലിങ്ക് സെന്ററിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഗോകുൽ രാജ് വിശദീകരിച്ചു. കമ്മ്യൂണിറ്റി ബേസ്ഡ് റിഹാബ് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി പറഞ്ഞ ഒരു സമൂഹം, അതിൻ്റെ അടിസ്ഥിതമായി നമ്മൾ അവരെ പുനർജീവിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരുടെ ഓരോ ചെറിയ ബുദ്ധിമുട്ടുകളും നമ്മളത് വലിയ കാര്യമായി കണ്ടുകൊണ്ട് പരിഹരിച്ച് തീർക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നിങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായിരിക്കും. ഓക്കെ അല്ലേ? അതിനുവേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. ചടങ്ങിൽ വെച്ച് ചേലക്കര പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന് വേണ്ടി ഉപകരണങ്ങൾ കൈമാറി. ചടങ്ങിൽ വെച്ച് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വ്യാപാരി വ്യവസായികൾക്കുള്ള ഡൊണേഷൻ ബോക്സ് വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. ശേഷം പേഷ്യൻ കെയർ നറുക്കെടുപ്പിന്റെ വിജയികൾക്കുള്ള സമ്മാനത്തുകയും വിതരണം ചെയ്തു. ജോയി പുലിക്കോട്ടെ. ലിങ്ക് സെന്റർ വോളണ്ടിയർമാരായ വിനോദ് പന്തലാടി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഗീത ഉണ്ണികൃഷ്ണൻ, ഗിരിജൻ, ട്രഷറർ ഷിജി, പഞ്ചായത്ത് അംഗം എല്ലിശ്ശേരി വിശ്വനാഥൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി CS ഗീവർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതിലുള്ള പാർട്ടിസിപ്പേഷൻ, ഇതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം എനിക്ക് കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് ഞാനും ഒരു ക്യാൻസർ രോഗ ഒന്നും അല്ലെങ്കിലും പല രോഗികളെയും എനിക്ക് ഹോം കെയറിനായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ രോഗികൾ എന്നോട് പറയാറുണ്ട്, ഈ ആൽഫ പാലിയേറ്റീവ് കെയറിലെ ആ കുട്ടികളെന്നാണ് അവർ പറയുന്നത്, ഓരോ അമ്മമാരും അല്ലെങ്കിൽ അസുഖം പിടിച്ച് കിടക്കുന്ന ആ രോഗികൾ പറയുന്നത്, ഇവിടുത്തെ കുട്ടികളൊന്ന് വരുവാൻ കാത്തിരിക്കുന്ന ആ ഒരു മനസ്സ് ആ രോഗികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. കാരണം നമ്മളെ എത്രത്തോളം ഈ രോഗിക്ക് മാനസികമായി ഒരു മോട്ടിവേഷൻ കൊടുക്കുവാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിക്കുന്നു എന്ന് അവരുടെ ആ വീട്ടുകാർ പറയാറുണ്ട്. അമ്മയ്ക്ക് ആ കുട്ടികളൊന്ന് വന്നു പോയി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്, പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ ഒരു സ്നേഹം തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു എന്നതിൻ്റെ മുഖ്യമായ തെളിവ്. അതിന് ഒരുപാട് പേർക്ക്
സഹായം നൽകാൻ പാലിയേറ്റീവിന് സാധിക്കുന്നുണ്ട്. വീടുകളിൽ കിടക്കുന്നവർക്കായാലും ഇവിടെ വരുന്നവർക്കായാലും എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൂട്ടണമെന്ന് പാലിയേറ്റീവിൻ്റെ നിയമത്തിലുള്ളതാണ്. ഈ കൂട്ടായ്മയിൽ കൂടെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടാനും പല സമയത്തായി വന്നു പോകുന്നവർക്ക് തമ്മിൽ ഞാൻ ആരോഗ്യവാനാണ് എന്നൊരു ആത്മസംതൃപ്തി കൂടി ഇങ്ങനെയുള്ള കൂട്ടിച്ചേരലുകൾ കൂടി സാധിക്കും. നിരവധിയായ ആളുകൾ രോഗികളായി മാറുകയാണ്. അത്തരത്തിൽ വിവിധ പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള ആളുകളെ പരിചരിക്കുന്നതിന് എല്ലാ പ്രാദേശിക സർക്കാരുകളും പാലിയേറ്റീവ് പ്രവർത്തനം നടത്തേണ്ടതാണ് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം തന്നെയുണ്ട്. അത് പ്രകാരം പഞ്ചായത്ത് തലത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുമ്പോഴും മുഴുവൻ കുടുംബങ്ങളിലേക്കും അതിൻ്റെ സേവനം എത്തുന്നില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്നദ്ധ മനസ്സുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് കൂടി പ്രാധാന്യം നൽകേണ്ടതാണ് എന്ന് സർക്കാരുകൾ തീരുമാനിക്കുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഭാര്യ ഭർത്താവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യില്ലേ? അപ്പം നമ്മളെന്ത് ചെയ്യും? ഞാൻ കൈ വീശൊന്ന് തന്നാണെങ്കിലോ എന്നൊക്കെ നമ്മളെന്ത് ചെയ്യും? ഭാര്യയോട് ദേഷ്യപ്പെടും. പക്ഷേ ഈ ഒരു അവസരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നി, ഇനി ഒരിക്കലും ഞാൻ ഭാര്യയോട് ദേഷ്യപ്പെട്ടില്ല. നാളെ എനിക്കൊരു അവസ്ഥ വരികയാണെങ്കിൽ എൻ്റെ കൈ പിടിച്ച് നടത്താൻ എൻ്റെ ജീവിത പങ്കാളിയുടെ വേറെ ഉണ്ടാവില്ല. തിരിച്ച് ജീവിത പങ്കാളിക്ക് പ്രശ്നം വരികയാണെങ്കിൽ അത് കൈ പിടിച്ച് നടക്കാൻ ഞാനല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ അനേകം പേര് നമ്മളെ സഹായിക്കാൻ വരും. പക്ഷേ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഞാൻ പലപ്പോഴും ഈ SI സാറിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. മറ്റേ ആരോഗ്യമുള്ള മനുഷ്യരായിരുന്നു. പക്ഷേ ഇന്ന് പലരും ഇവിടെ തളർന്നിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക, ദൈവം ഈ ശക്തിയും ബലവും തരാൻ. വേറൊരു മാർഗവും പ്രശ്നം തലയ്ക്കടിക്കാം, ഏത് സമയത്തും അടയ്ക്കാം, നാളെയും എനിക്ക് സംഭവിക്കാം. പക്ഷേ നമ്മളൊരു കാര്യം നമ്മുടെ മക്കൾക്കൊക്കെ ഈ പാലിയേറ്റർ കൊണ്ട് കാണിച്ചു കൊടുക്കണം. കാരണം എന്താ അറിയോ? മോനെ അഹങ്കരിക്കരുത്, 2 നില വീടുണ്ട്, വലിയ കാറുണ്ട്, അഹങ്കരിക്കരുത്. ഇതുപോലെ അവസ്ഥയിൽ ജീവിക്കുന്ന അനേകം പേര് ഇന്ന് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശംഭോ ശിവ ശംഭോ സ്വയംഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുവിളി നീ പ്രണവാന ഹൃദയയിലൊരു നവകനകീരവു സണിയുമ്പോ കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന്. മാസത്തിന്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി, കലപിലാ ശബ്ദങ്ങൾ നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാൻ എന്തു ഭംഗി. കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. ടാറിട്ട റോഡില്ല, വൈദ്യുതിയുമില്ല, ഓലയാൽ മേഞ്ഞുള്ള കൂരകളും. कब से हूँ रेडी तैयार
മാണിക്കക്കല്ലിൻ മൂക്കുത്തി ചാർത്തും മുത്താറിനമ്മയല്ലേ കാണും കിനാക്കൾ പൊന്നാക്കി മാറ്റി പോറ്റുന്നൊരമ്മയല്ലേ അമ്മയൻ കൂടെയില്ലേ. റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC നോൺ AC ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവില്ലാമല. ഫോൺ 9845128760.